നമസ്കാരം. അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാൾ എന്ന ഈ ഹൃദ്യമായ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഭാവതലങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം തേടുന്നതും അതുതന്നെയാണ്. ശരിക്കും ഒരു യാത്രയിലോ ഒരു ദിവസത്തിലോ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ മുഹൂർത്തം സമ്മാനിച്ച് കടന്നുപോയ, ഇനി ഒരിക്കലും കാണാനിടയില്ലാത്ത ഒരു വ്യക്തി. അപ്പം അത്തരം അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അത്തരത്തിലുള്ളൊരു അനുഭവം നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് മലയാളികളുടെ അഭിമാനമായ ശ്രീമതി ശ്രീലേഖ IPS. നമസ്തേ. നമ്മുടെ വിഷയം ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നത് ആരോ ഒരാൾ എന്നാണ്, ദ അൺനോൺ. ഒരു പക്ഷേ സ്വപ്നം യാഥാർത്ഥ്യമാണോ എന്നൊക്കെ തിരിച്ചറിവിൻ്റെ ഒരു നേർരേഖയിൽ കൂടെ പോകുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളിലൂടെയാണ് നമ്മളത് ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ഒരു പക്ഷേ മറ്റൊരാൾ വ്യക്തിക്ക് ഉണ്ടായി കാണില്ല, നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ വിഷയമായി താതാന്യപ്പെടുത്തി പറയുകയാണെങ്കിൽ? ഞാൻ വളരെ ഇപ്പോൾ 28 വർഷമായി എൻ്റെ പോലീസ് ജീവിതത്തിൽ വന്നിട്ട് ഒരുപാട് കേസുകൾ, കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി കുറച്ച് നാൾ മുമ്പാണ്, ഞാൻ SP ആയിരുന്ന സമയമാണ്, പത്തനംതിട്ട ജില്ലയിൽ SP ആയിരുന്ന സമയത്തായിരുന്നു. ഒരു പെൺകുട്ടി 6 വയസ്സ് 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന കണ്ടു. അത് വീട്ടിൻ്റെ കുറച്ച് മാറി ഒരു സ്ഥലത്ത് അതൊരു ചതുപ്പ് നിലത്തിനും ഒരു കുളവും ഒക്കെ ഉണ്ട്, അതിൻ്റെ വശത്തായിട്ടാണ് മരിച്ചു കിടന്നിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ എന്തെങ്കിലും അപകടം വന്ന് മരിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ നോക്കിയപ്പോൾ അതിനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേപ്പ് ചെയ്ത് സഫോക്കേറ്റ് ചെയ്താണ് കൊന്നിരിക്കുന്നത്. ഈ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്, വീട്ടുകാരെല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ആരോ തട്ടിക്കൊണ്ടുപോയി കൊന്നു എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ആദ്യം അന്വേഷിച്ചത്. അന്വേഷണം ഇപ്പോൾ ആദ്യം ആ കുട്ടിയുടെ വീട്ടുകാർ, പിന്നെ അത് കഴിഞ്ഞ് നാട്ടുകാർ, അവിടെ പരിചയക്കാർ. ഇപ്പോൾ ആ ഒരു സമയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നുകൊണ്ട് എനിക്ക് തോന്നിപ്പോൾ 95-96 കാലഘട്ടത്തിലായിരുന്നത് കൊണ്ട് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കൊന്നും അങ്ങനെ അങ്ങോട്ട് വികസിച്ചിരുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇങ്ങനെ ദാരുണമായി പീഡിപ്പിച്ച് കൊല്ലപ്പെടുന്ന സംഭവം അപ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങ് വല്ലാതെ മതിക്കും. അപ്പോൾ അതെനിക്ക് 2-3 ദിവസത്തേക്ക് എനിക്കൊരു വലിയ വിഷമമായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട്. പിന്നെ ഒരു 3-4 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടും ഇതിനൊരു തുമ്പും കിട്ടുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി, കളിക്കാൻ പോയി എന്ന് പറയും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതറിയുന്നില്ല. അപ്പോൾ കുട്ടിയുമായിട്ട് അടുത്തിടപഴകിയത് ആരൊക്കെയാണ്, ആ നാട്ടിലുള്ള ഈ സെക്സ് ഒഫൻഡേഴ്സ് ആരൊക്കെയാണ്, ലൈംഗിക കുറ്റകൃത്യം ചെയ്തിട്ടുള്ള പ്രതികളെ എല്ലാം പൊക്കിക്കൊണ്ടുവന്ന് പരിശോധിച്ചു, അവരുടെയൊക്കെ സമയം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചു. ഒരാഴ്ചയോളം കടന്നുപോയി. അപ്പോൾ ഇങ്ങനെ ചില ദിവസം ഇങ്ങനെ രാത്രി ഉറക്കം വരില്ല എനിക്കിതുപോലെയുള്ള കേസൊക്കെ വരുമ്പോൾ. അതുപോലെ പണ്ട് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഗർഭിണിയായ സ്ത്രീ ചുട്ടുകൊന്നു. അതറിയായിരുന്നു, ഭർത്താവ് തന്നെയാണ് കൊന്നതെന്ന് അറിയായിരുന്നു, പക്ഷേ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മുടെ ഇൻക്വസ്റ്റ് ചെയ്യാൻ പോകുമ്പം വസ്ത്രം അഴിച്ച് പരിശോധിക്കുമ്പോൾ കൊച്ചു പകുതി പുറത്തു വന്ന നിലയിലായിരുന്നു. ഇങ്ങനെ കിടക്കുന്ന കൊച്ചും പകുതി വെന്ത, സ്ത്രീയും വെന്ത. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് എനിക്ക് ഒരാഴ്ചത്തോളം ഉറങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചില കാഴ്ചകൾ കാണുമ്പോൾ ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടും.
അങ്ങനെ ഈ ഒരു സംഭവം കുഞ്ഞിൻ്റെ എത്ര ഭാവിയുള്ള കുഞ്ഞാണ്, ആരായിരിക്കും ഈ ദുഷ്കൃത്യം ചെയ്തത് എന്നൊക്കെ ഓർത്തിട്ടിങ്ങനെ ഞാനിങ്ങനെ ഓരോ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്. ഒരു സ്ത്രീ ഒരു നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു, കേസ് തെളിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയുന്നു, അത് എനിക്കറിയാം എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അറിയാം എന്ന് പറഞ്ഞു തരൂ, നിങ്ങൾ ആരാണ് ഈ കുട്ടിയുടെ. അപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴും എനിക്കിങ്ങനെ രോമാഞ്ചം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാം ആ കുഞ്ഞിനെ ആരാണ് കൊന്നതെന്നറിയാം. അതിൻ്റെ അമ്മയിൽ നിന്ന് തുടങ്ങി അന്വേഷണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചതാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, അമ്മയിൽ നിന്ന് തുടങ്ങി. അമ്മയ്ക്കൊരു വേറൊരു ആളുണ്ട്, ഒരു അടുപ്പക്കാരൻ ഒരാളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ എന്നെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എന്നെ ഇടയ്ക്കിടയ്ക്കൊന്നും കാണാനൊന്നും പറ്റില്ല, പക്ഷേ മാഡത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാഡം നല്ല രീതിയിൽ അന്വേഷിക്കുന്നത് കൊണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ശരി എന്നാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് വിട്ടു. അപ്പോൾ പിറ്റേ ദിവസം സ്വപ്നം ഉണർന്നപ്പോൾ ഞാനിത് സ്വപ്നമാണോ, എനിക്ക് ഒരു കൺഫ്യൂഷൻ.